പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും കർത്താവിന് നന്ദി പറയുവാനുമുള്ള ഒരു നിമിഷമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുക. ഓരോ ദിവസവും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകുന്നു. നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ എപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് അവിടുത്തെ കരുണയുടെ മുഖമായിട്ട് മാറുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ കരുണയുടെ മുഖമായി നമുക്കെല്ലാവർക്കും മാറാൻ സാധിക്കും. അത് എപ്രകാരമാണ് നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. പുത്രനായ ദൈവം തൻ്റെ ജീവിതത്തിലൂടെയാണ് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്ന് ഒത്തിരിയേറെ കോൺഫിഡൻസോട് കൂടെ കർത്താവിന് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന് അറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിൽ താൻ എപ്പോഴും തൻ്റെ പിതാവിൻ്റെ ചെയ്തികളാണ് കൊണ്ട് നടന്നിരുന്നത്. ഒരിക്കൽ പോലും തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് എന്ന പൂർണ്ണമായ ബോധ്യം യേശുവിനുണ്ടായിരുന്നു. തൻ്റെ പ്രിയ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ദൗത്യം അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് കർത്താവ് ആവർത്തിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആ വചനം ഏറ്റെടുത്ത ഒത്തിരിയേറെ വിശുദ്ധർ നമ്മുടെ ഇടയിലുണ്ട്. പിതാവായ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ ഒത്തിരിയേറെ വിശുദ്ധർ. ഇന്നലെ വിശുദ്ധ ലോറൻസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയുണ്ടായി. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വിശുദ്ധിയാണ് വിശുദ്ധ മദർ തെരേസ. തൻ്റെ ജീവിതത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വെളിപ്പെടുത്തിയ ഒരു വിശുദ്ധിയാണ് വിശുദ്ധ മദർ തെരേസ. അൽബേനിയക്കാരിയായ ഒരു സ്ത്രീ ഒരിക്കൽ ഒരു വൈദികനിൽ നിന്നും ബംഗാളിൽ അദ്ദേഹം ചെയ്ത മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് അറിയുകയുണ്ടായി. ചെറുപ്പം മുതലേ തന്നെ മതവുമായി ഒത്തിരിയേറെ സൗഹൃദം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് മദർ തെരേസ. അതിനിടയിൽ പലപ്പോഴും തൻ്റെ അമ്മയോട് ഒരു കന്യാസ്ത്രീയായി മാറണമെന്നുള്ള ആഗ്രഹം പറയുമ്പോൾ ഒരു കുട്ടിക്ക് തോന്നുന്ന ഒരു തോന്നൽ, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് വേണ്ടത്ര ഗൗരവം അവളുടെ ആവശ്യത്തിന് അന്ന് ആ അമ്മ കൊടുത്തില്ല. മദർ തെരേസയ്ക്ക് ഒരു ചേട്ടനും ചേച്ചിയുമാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ മകളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായൊരു ശ്രദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ലഭിച്ചിരുന്നു. പിതാവിൻ്റെ ബിസിനസ് എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അവസാന അമ്മയാണ് ആ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ ബിസിനസ്സുകളെല്ലാം ചെയ്ത് ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ വീണ്ടും തൻ്റെ മകൾ പറയുകയാണ്, 18 വയസ്സ് പൂർത്തിയായപ്പോൾ ആ മകൾ പറയുകയാണ്, എനിക്ക് ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ സ്വപ്നത്തിൽ ഞാനൊരു അശരീരി കേട്ടു, ദൈവത്തെ അനുഗമിക്കുക. ഇത് ഒരു കന്യാസ്ത്രീയാകാനുള്ള തൻ്റെ വിളിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അവൾ പറഞ്ഞപ്പോൾ
അന്ന് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെ ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുക, ദൈവത്തോടൊപ്പമായിരിക്കുക. മദർ തെരേസയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ടാണ് പിന്നീട് മദർ തെരേസ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അതിന് ഒരു പക്ഷേ ഫാദർ ജാംബ്രൻ കോവിക്കിൻ്റെ സോളിഡാരിറ്റി സൊസൈറ്റി അത് കാരണമായിട്ട് മാറിയിട്ടുണ്ടാകും. കാരണം അദ്ദേഹം ബംഗാളിൽ മിഷണറി പ്രവർത്തനം ചെയ്തപ്പോൾ തനിക്കുണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ ശ്രദ്ധയോടുകൂടെ മദർ തെരേസ അത് കേട്ടിരുന്നു. ആ ഒരു വൈദികനിൽ നിന്നാണ് അവൾ കന്യാസ്ത്രീകൾ എത്രമാത്രം മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ആളുകൾ ഇതുപോലെ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ പോയി മിഷണറി പ്രവർത്തനം ചെയ്യണം എന്നൊരു ആഗ്രഹം അവളുടെ മനസ്സിലുണ്ടായി. ആദ്യം വിദ്യാഭ്യാസ രംഗത്തിലേക്കാണ് മദർ തെരേസ കടന്നു വരുന്നത്. 17 വർഷക്കാലമാണ് വിദ്യാഭ്യാസ രംഗത്ത് അവൾ സേവനം ചെയ്യുക. ആദ്യ വർഷങ്ങളിൽ ഒരു അധ്യാപികയായി തുടങ്ങി, പിന്നീട് പ്രിൻസിപ്പളായിട്ട് മാറി. ആ സമയങ്ങളിലെല്ലാം എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു ജീവിതമാണ് വിശുദ്ധ മദർ തെരേസ നയിച്ചത്. ആരോടും ദേഷ്യപ്പെടാതെ വളരെ സൗമ്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന തൻ്റെ സഹപാഠികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും അവിടുത്തെ സ്റ്റുഡൻസിനുമെല്ലാം മാതൃകയാക്കാവുന്ന ഒരു വ്യക്തി. ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം ഇടപെടുന്നു. തെറ്റുകൾ തിരുത്തുന്നത് സ്നേഹത്തോടെ മാത്രമാണ്. ഒരിക്കൽ പോലും ഒരു ക്രൂരമായ വാക്കുകൾ ആ അമ്മയുടെ വായിൽ നിന്നും ഉതിർന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തി എന്ന് അന്ന് തന്നെ എല്ലാവരും പറയുവാൻ തുടങ്ങി. എന്നാൽ കൊൽക്കത്തയിലെ തെരുവുകളിലേക്ക് മദർ തെരേസ കടന്നു വന്നപ്പോഴാണ് തൻ്റെ ശുശ്രൂഷാ മേഖല കുറച്ചുകൂടി വ്യാപിപ്പിക്കണമെന്ന മോഹം അവൾക്കുണ്ടാകുന്നു. കാരണം അതിനും ഒരു അശ്ലീലി അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഈ കൊൽക്കത്തയിലെ തെരുവുകളിലേക്ക് ഇറങ്ങുക, ഈ കംഫർട്ട് സോണെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നീ കൊൽക്കത്തയിലെ ആ തെരുവുകളിലേക്ക് ഇറങ്ങി അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുക എന്ന ഒരു അശ്ലീലി അവൾ കേൾക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അത് ദൈവം നൽകിയ ഒരു സന്ദേശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മദർ തെരേസ കൊൽക്കത്തയിലെ തെരുവുകളിലേക്ക് ഇറങ്ങി. അവിടെ അവളെ കാത്ത് ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു, സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ദിവസേന കാത്തിരുന്നവർ. അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറുവാൻ അവൾക്ക് സാധിച്ചു. മദർ തെരേസ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകളിലും മുഖത്തും ദൈവത്തിൻ്റെ കരുണ നിഴലിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ കണ്ണുകളിൽ കാണുവാൻ മറ്റുള്ളവർക്ക് സാധിക്കണം, നിങ്ങളുടെ മുഖത്ത് കാണുവാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. അത് തൻ്റെ ജീവിതത്തിലൂടെ അത് സാധ്യമാണ് എന്ന് വെളിപ്പെടുത്തിയവളാണ് വിശുദ്ധ മദർ തെരേസ. നവീൻ ചൗള എന്ന എഴുത്തുകാരൻ മദർ തെരേസയുടെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട്, 60 വർഷത്തോളം അമ്മ ഈ കൊൽക്കത്ത തെരുവീതിയിൽ സേവനം ചെയ്തു. ഈ നഗരവീതിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് മാറിപ്പോയത്? അതിന് മദർ തെരേസ പറയുന്ന മറുപടി, ഇന്ന് കൊൽക്കത്തയിലെ ആളുകൾക്ക് പരസ്പരം സ്നേഹിക്കാൻ അറിയാം. തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തിട്ടേ അവർ തങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിക്കാറുള്ളൂ. ആരെങ്കിലും വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ യാതൊരു മടിയും ഇല്ലാതെ അവർ പോയി അവരെ പിടിച്ചുയർത്തും. അങ്ങനെ എല്ലാ രീതിയിലും ഇന്ന് കൊൽക്കത്തയിലെ ജനങ്ങൾ മാറിപ്പോയെന്ന്. പ്രിയമുള്ളവരെ, അതിന് കാരണമായിട്ട് മാറിയത് മദർ തെരേസയുടെ ജീവിതമാണ്. അവളുടെ ആ ജീവിതത്തിലൂടെ അവൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ ജീവിതത്തിലൂടെ എപ്രകാരം ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. അവൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ പ്രചോദനമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരു അമ്മ ഇതാ ഈ തെരുവീതികളിലേക്ക് ഇറങ്ങുന്നു, അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ഒത്തിരിയേറെ അവസരങ്ങൾ കണ്ടെത്തുന്നു. അത് വളരെ വിശ്വസ്തയോടെ ചെയ്യുന്നു. യാതൊരു പരാതിയുമില്ലാതെ ഒരു വ്രണം വൃത്തിയാക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ആഹാരമില്ലാതെ വിശന്ന് കിടക്കുന്ന ഒരു കുഞ്ഞിനെ ആവശ്യമായ ഭക്ഷണം കൊടുക്കുമ്പോഴും എല്ലാം ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയവർ
ദൈവത്തിൻ്റെ മുഖമാണ് ദർശിച്ചത്. ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് തൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും ആ കുഷ്ഠരോഗിയുടെ ഓരോ വ്രണങ്ങളും വളരെ സ്നേഹപൂർവ്വം തുടച്ചു വൃത്തിയാക്കുകയും ചെയ്തപ്പോൾ ആ വ്യക്തി പോലും അമ്മയോട് ചോദിച്ചത് അങ്ങാണോ ദൈവം എന്നാണ്. തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ മാത്രം പകർന്നു നൽകിയവർ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രമായിരുന്നു മദർ തെരേസയ്ക്ക് പറയുവാനുണ്ടായിരുന്നത്. തൻ്റെ ജീവിതം തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിക്കുവാനുണ്ടായിരുന്നത്. തനിക്ക് ലഭിച്ച നോബൽ സമ്മാന തുക പോലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ആ അമ്മ ചിലവഴിക്കുന്നത്. പല രാജ്യങ്ങളും അമ്മയെ അവിടുത്തെ പരമോന്നത പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും എളിമയോടെ ഇതെല്ലാം ദൈവത്താൽ തനിക്ക് ലഭിക്കപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടെ അമ്മ സ്വീകരിച്ചു. പിന്നെയും തൻ്റെ ശുശ്രൂഷകൾ അവൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. അനേകം ആളുകൾക്ക് അതൊരു പ്രചോദനമായിട്ട് മാറി. അനേകം സന്യാസിനികൾ ആ ഒരു സംഘത്തിലേക്ക് ചേർന്നു. ഇന്ന് 133-ലേറെ രാജ്യങ്ങളിൽ സൊസൈറ്റി ഓഫ് ചാരിറ്റി എന്ന പേരിൽ അമ്മയുടെ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വ്യക്തി എപ്രകാരമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മദർ തെരേസയെ പോലെയുള്ള വിശുദ്ധർ നമ്മുടെ ജീവിതത്തിലും വലിയൊരു പ്രചോദനമാണ്. അതേസമയം അവർ ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അത് ഒരിക്കലും നമ്മൾക്കൊന്നും മറികടക്കുവാൻ സാധിക്കാത്ത ഒന്നാണ്. അവരെ പോലെ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ അതിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഞാനും ഇനി മുതൽ ദൈവകരുണയുടെ മുഖമായിട്ട് മാറും എന്ന തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് നാം ഓരോരുത്തരും മാറുമ്പോൾ അതിലൂടെ അനേകർക്ക് വീണ്ടും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കും. പുത്രനായ ദൈവം എപ്രകാരമാണോ തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ പ്രവൃത്തികളിലൂടെ, തൻ്റെ പ്രബോധനങ്ങളിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെയും നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ സാധിക്കും. നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക്, നമ്മുടെ സഹായങ്ങൾ ഏറ്റുവാങ്ങുന്ന വ്യക്തികൾക്ക്, അതുപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കെല്ലാം അവർക്ക് ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട്. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമുക്ക് കരുണാമയനായ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതാവേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്കും അങ്ങയെ വെളിപ്പെടുത്താൻ ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ട്. പലപ്പോഴും അത് മാറ്റണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് പരിസമാപ്തിയിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അതിനിടയിൽ വീണ്ടും വീണ്ടും ഞങ്ങൾ തിന്മയിലേക്ക് വീണു പോകുന്നു. അതിനകത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് പ്രചോദനമാക്കുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയൊരു മാതൃകയാക്കുന്ന രീതിയിൽ അങ്ങ് മാറ്റിയെടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന കരുണ അത് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും പ്രവഹിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നാം തയ്യാറാക്കണം. കർത്താവ് നമ്മോട് പറയുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു ചെറിയ സ്വപ്നം എന്ന് കരുതി തള്ളിക്കളയാവുന്ന ഒരു സന്ദേശമാണ് ദൈവത്തിൽ നിന്നും മദർ തെരേസയ്ക്ക് ലഭിച്ചത്. പക്ഷേ അവൾ ആ ഒരു സ്വപ്നത്തെ വളരെ ഗൗരവപൂർവ്വം കാണുകയും തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധ ആണ് അവൾ എന്ന് ലോകം മുഴുവൻ ഏറ്റുപാടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം നൽകിയ വലിയ കൃപ അവളുടെ ജീവിതത്തിലേക്ക് അവൾ പൂർണ്ണമായും ഏറ്റെടുത്തതുകൊണ്ടാണ്, അവൾ പൂർണ്ണമായും അത് വിനിയോഗിച്ചതുകൊണ്ടാണ്. നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച നല്ലവരായ തമ്പുരാനെ നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരം അവിടുത്തെ വലിയ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവിന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. അതുപോലെ ഇന്ന് ഈ നിമിഷം കർത്താവിൻ്റെ ഒപ്പമായിരിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുവദിച്ചു. അതിന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.